അങ്ങേയറ്റം ഒരു 3000 രൂപ കൂട്ടാൻ പോലും മന്ത്രി വില്ലിങ് അല്ല. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെയാണ് പോണതെന്ന് പറഞ്ഞല്ലോ. ഓണറേറിയത്തിന്റെ ഒരു വർധനവും ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡുകളൊന്നും. നിങ്ങൾ സമരം ചെയ്യരുത്, നിങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറും. നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ആശാവർക്കർമാരുടെ ചർച്ച ഇപ്പോൾ 3ാം വട്ടവും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്നാൽ അതേ സമയം തന്നെ വീണ്ടും സമരം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് സർക്കാർ തലത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിലും ആ ആവശ്യം തന്നെയാണ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം വേതന വർധനവ്, അതായത് ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഈ വേതന വർധനവ് ഈ വേതനത്തിൻ്റെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയെ നിയോഗിക്കാൻ ആലോചനയുണ്ട് എന്നല്ലാതെ മറ്റ് ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ചർച്ചയിൽ എന്താണ് നടന്നത് എന്ന് ആശാവർക്കറായ റോസമ്മ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണോ? ഈ ചർച്ചയിൽ എന്താണ് കൃത്യമായി പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെയാണ് പോണതെന്ന് പറഞ്ഞല്ലോ. മന്ത്രി ഇപ്പം മന്ത്രി ഒറ്റയ്ക്കല്ല പറഞ്ഞു, എല്ലാ യൂണിയനെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു പൈസയില്ല, ആലോചിക്കാം, ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം, എന്നിട്ട് പറയാം. അതായത് വേതന പുനഃക്രമീകരണത്തിന് ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം. ഓണറേറിയത്തിന് പോലും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. അങ്ങേയറ്റം ഒരു 3000 രൂപ കൂട്ടാൻ പോലും മന്ത്രി വില്ലിങ് അല്ല. ഓണറേറിയത്തിൻ്റെ ഒരു വർധനവും ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡുകളൊന്നും അത് അന്വേഷിച്ച് കമ്മിറ്റിയെ വെച്ച് പഠിച്ച് പറയാം. അതാ പറഞ്ഞത്. ഇൻസെൻറ്റീവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇൻസെൻറ്റീവ് കേന്ദ്രം തരാനുള്ളതല്ലേ, അത് മേടിക്കാം. മറ്റ് തീരുമാനങ്ങളൊന്നും ആയില്ല. മറ്റ് തീരുമാനങ്ങളൊന്നുമില്ല. ഞങ്ങൾ സമരം ശക്തിയായി തുടരും. നിങ്ങൾ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് മന്ത്രി അറിയിച്ചു. അപ്പം നാളെ ഒരു ചർച്ചയ്ക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വീണ്ടും ചർച്ച നാളെയും തുടരും എന്നാണ് പറഞ്ഞത്. ഈ 3:30 കയറിയതാണ്, ഇപ്പോൾ 6 മണി കഴിഞ്ഞു. എന്തായിരുന്നു ഇത്രയും നേരം ചർച്ച ചെയ്ത്? കാരണം ഇത്രയും ഒരു സമയമെടുത്തു. നിങ്ങൾ എന്തൊക്കെ മറ്റ് ആവശ്യങ്ങൾ ബാർഗെയിൻ ഉൾപ്പെടെ നടന്നോ അവിടെ? ഓരോ യൂണിയൻകാരും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നത്. പിന്നെ ഓരോ യൂണിയൻകാരും അങ്ങനെയല്ല, അതാണ് ഇൻസെൻറ്റീവാണ്, ഇങ്ങനെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ 53 ദിവസം കൊണ്ട് ഇവിടെ രാപകൽ സമരം ചെയ്യുന്ന സമരസേനാനികളെക്കുറിച്ചോ 15 ദിവസം നിരാഹാരം കിടക്കുന്നവരെക്കുറിച്ചൊന്നും ഈ ബന്ധപ്പെട്ട യൂണിയൻ നേതാക്കന്മാർക്ക് ആർക്കും അറിയത്തില്ലേ എന്തോ, അവരതൊന്നും കണക്കിലെടുത്തില്ല. പിന്നെ മന്ത്രിയോട് പല പ്രാവശ്യവും ഞങ്ങളുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി, ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, അതേപ്പറ്റി ചർച്ച പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇടയ്ക്ക് കയറി ചർച്ച ചെയ്ത് പറയത്തക്ക സ്ഥിതിവിശേഷം ഉണ്ടായതവിടെ. സമരം ഇപ്രാവശ്യം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടോ? നിങ്ങൾ സമരം ചെയ്യരുത്, നിങ്ങൾ പിൻവലിക്കണം, നിങ്ങൾ പോകരുത്, സമരം ചെയ്യരുത്, നിങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറണം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3ാം വട്ടവും ആശാവർക്കർമാരുമായുള്ള ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വേതന പുനഃക്രമീകരണത്തിനായുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കാനുള്ള ഒരു ആലോചന മന്ത്രിതല ചർച്ചയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നു. എന്നാൽ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യവും, അത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യവും മന്ത്രി ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഈ സമരം നിർത്തിപ്പോകണം എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് ആശാവർക്കറായ റോസമ്മ ഇപ്പോൾ മറുനാടനോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.